TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന് ഗിരിദീപം ഓഡിറ്റോറിയം ക്രിസ്ത്യൻ കോളേജിന് സമീപം MC റോഡ് ചെങ്ങന്നൂർ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഒരു സൺഡേയിൽ കോട്ടയത്ത് കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദർ ചെയ്ത വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോകുന്നു. ആ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം വാക്യം വായിക്കുന്നതിന് മുമ്പ് തങ്കുബ്രദർ സംസാരിച്ച കാര്യം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം, ആ വിശ്വസിച്ച ഒരു വിശ്വാസിയുടെ നിത്യത മാത്രമല്ല, ഈ ലോകത്തിലെ ജയകരമായൊരു ജീവിതം, പാപമോചനം, ഇത് ഉറപ്പാണ്. മാത്രമല്ല, ഇതുപോലൊരു രക്ഷ യേശു ക്രിസ്തുവിലല്ലാതെ വേറെ ആർക്കും വാഗ്ദാനം ചെയ്യാൻ ഒക്കത്തില്ല, ആരും തന്നിട്ടുമില്ല. ആ ക്രിസ്തുവിലുള്ള രക്ഷയുടെ ഉറപ്പായിരുന്നു ആ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗമെങ്കിൽ, രണ്ടാം ഭാഗത്ത് ഒരു ദൈവ പൈതൽ തൻ്റെ ബുദ്ധിയിൽ ഉയരുന്ന ഈ വലിയ വിശ്വാസത്തിനെതിരായിട്ട് ഉയരുന്ന എല്ലാ ചിന്താഗതികളെയും എല്ലാ ഭാരങ്ങളെയും ഭാവങ്ങളെയും ഇടിച്ച് ഒരു ജയകരമായ ജീവിതം നടത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ വചനം. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. Be filled with the knowledge of God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. The whole word, if you search, it is written about a victorious, glorious, triumphant life for anyone who believes in Jesus Christ. ദൈവവചനം മുഴുവൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജയകരമായ മനോഹരമായ ഒരു ജീവിതം ലഭ്യമാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. Anyone who trusts and believes that Jesus Christ is Lord, യേശുക്രിസ്തു കർത്താവെന്ന് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, not a single one will be put to shame. ഒരൊറ്റ വ്യക്തി പോലും ലജ്ജിച്ചു പോകുവാൻ ഇടയാകയില്ല. We might face challenges. നാം വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. The world calls it problem, we call it challenges. ലോകം അതിനെ പ്രശ്നമെന്ന് പറയും, നാം അതിനെ വെല്ലുവിളി എന്ന് വിളിക്കും. And that challenge, we overcome it in the name of Jesus when we understand that it is under our feet. ഈ വിഷയങ്ങൾ, ഈ വെല്ലുവിളികളെല്ലാം എൻ്റെ കാൽ കീഴിലാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഈ വെല്ലുവിളികളെ അതിജീവിക്കും. ഇനി മുതൽ പ്രശ്നം
എന്ന് പറയരുത്. വെല്ലുവിളി ഉണ്ട്, അതിന്റെ മേൽ ജയവും എനിക്കുണ്ട്. ആമേൻ. ഞാൻ അതിനെല്ലാം ജയിച്ചിരിക്കുകയാണ്. And now the question is, where is this victory? ഇവിടെ ഈ ചോദ്യം ഇതാണ്, എവിടെയാണ് ഈ ജയം? The victory is in our mind. ജയം എന്നത് നമ്മുടെ മനസ്സിലത്രേ. When you win the victory that is within you, you can take control of any challenge that is in front of you. നാം നമ്മുടെ ഉള്ളിലുള്ള ആ ജയത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കെതിരായി വരുന്ന സകല വെല്ലുവിളിയുടെ മേലും പൂർണ്ണ അധികാരമെടുക്കുവാൻ നമുക്ക് കഴിയും. And that is why Jesus said, you will know the truth and the truth will set you free. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. When we know that the truth, who is God the Father, who is the Creator, who is Jesus Christ to me, who is the Holy Spirit, what is the purpose of my life on this earth, when we understand this, nothing will matter in our life. A great confidence will be inside of us. പിതാവാരാണ്, സൃഷ്ടാവാരാണ്, പരിശുദ്ധാത്മാവാരാണ്, യേശുക്രിസ്തു ആരാണ്, ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ജയം നമുക്ക് സാധ്യമാകുന്നത്. And that is why ignorance is bondage. അതുകൊണ്ട് തന്നെയാണ് അജ്ഞത ബന്ധനമാണ്. Many people say, I am having some bondage. പലരും ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ മേൽ ഒരു ബന്ധനമുണ്ട്. My dear friend, no one can bind you. പ്രിയ സ്നേഹിത, നിന്നെ ബന്ധിക്കുവാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. Because the one in you is Jesus Christ, the all powerful. കാരണം നിന്റെ അകത്തിരിക്കുന്ന യേശുക്രിസ്തു സർവശക്തനായവനത്രേ. If you can bind Jesus, you can bind me. നിങ്ങൾക്ക് യേശുവിനെ ബന്ധിക്കാമെങ്കിൽ നിങ്ങളെയും ബന്ധിക്കാം. If you cannot bind Jesus, you cannot bind me. യേശുവിനെ ആർക്കും ബന്ധിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ ആർക്കും ബന്ധിക്കുവാൻ കഴിയില്ല. And for your information, you cannot touch Jesus anymore. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് യേശുവിനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. You might have beaten him. നിങ്ങൾ ചിലപ്പോൾ അവനെ തല്ലിക്കാണും. You might have crucified him. നിങ്ങൾ അവനെ ക്രൂശിച്ചു കാണും. But that he did not do. He accepted it. വാസ്തവത്തിൽ അത് അവന്റെ മേൽ നിങ്ങൾ ചെയ്യുകയല്ല, അവൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. But he will not be crucified anymore. ഇനി അവനെ ക്രൂശിപ്പാൻ കഴിയുകയില്ല. You cannot touch him anymore. ഇനി അവനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് He കഴിയില്ല. is the King of glory. അവൻ തേജസ്സിന്റെ രാജാവത്രേ. He is the King of glory. അവൻ തേജസ്സിന്റെ കർത്താവത്രേ. He is the King of kings, the Lord of lords. രാജാധിരാജാവും കർത്താധികർത്താവുമായവൻ. And he is living inside of you അവൻ and me. തന്നെ നിന്റെയും എന്റെയും ഉള്ളിൽ വസിക്കുന്നു. And if that is the truth, അതാകുന്നു സത്യം. that is the truth. അതാകുന്നു സത്യം. That is the truth. അതാകുന്നു സത്യം. The one in you is greater, meaning there is no power on earth that can touch you. നിന്റെ ഉള്ളിലുള്ളവൻ വലിയവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ പോലും കഴിയില്ല. There is no sickness that can stay in your body. ഒരു രോഗത്തിനും നിന്റെ ശരീരത്തെ തൊടുവാൻ കഴിയില്ല. No financial problem can come near your life. ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കും നിനക്കെതിരായി വരുവാൻ കഴിയില്ല. No weapon formed against you will prosper. ഒരായുധവും നിനക്കെതിരായി ഫലിക്കയില്ല. No plague will come near your dwelling. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കയില്ല. Understand the glorious King. മഹത്വത്തിന്റെ രാജാവിനെ തിരിച്ചറിയുക. He is not that slain lamb. He is the Lion of the tribe of അവൻ Judah. ഇനിമേൽ അറുക്കപ്പെട്ട കുഞ്ഞാടല്ല, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമത്രേ. Hallelujah. ഹല്ലേലൂയ. This is the truth. ഇതാകുന്നു സത്യം. This is the truth. ഇതാകുന്നു സത്യം. The truth is, God is good and always good. ദൈവം നല്ലവൻ, അവൻ എന്നെന്നും നല്ലവൻ എന്നുള്ളതാ സത്യം. There is no evil in him. അവനിൽ ദുഷ്ടതയൊന്നുമില്ല. He is a good God. അവൻ നല്ല ദൈവമത്രേ. And if he is a good God, പറഞ്ഞോട്ടെ, അവൻ നല്ല ദൈവം. he is a good God. അവനൊരു നല്ല ദൈവം. Therefore only good will come into my life. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഭവിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. He will never test you or tempt you with the wrong things. അവൻ നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. And the greatest truth is that you can come out of your situation because the power is given inside of you. എന്നാൽ ഏറ്റവും വലിയ സത്യം ഇതാണ്, നീ ആ പ്രതികൂലത്തിനെതിരെ ആ വെല്ലുവിളിക്ക് അതിൽ നിന്ന് വെളിയിൽ വരും. കാരണം നിന്റെ ഉള്ളിൽ ആ ശക്തി നൽകിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. This is the essence of the whole gospel. ഇതാണ് ഈ മുഴുവൻ സുവിശേഷത്തിന്റെയും സത്ത. That is why അതുകൊണ്ടത്രേ the Bible says, വേദപുസ്തകം പറയുന്നു, when we say the Bible says, it is God
telling you directly. വേദപുസ്തകം പറയുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കുന്നു എന്നത്രേ. It is Jesus standing over there and talking to you one to one. ഇവിടെ യേശു നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുന്നത് പോലെ. ഇന്ന് സഭായോഗത്തിൽ കൂട്ടത്തിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു എന്നല്ല, ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു എന്ന് പറയുന്നവർക്കാ വിടുതൽ. It is not a mass message, it is an individual message of Jesus Christ to you. ഇതൊരു സമൂഹത്തിനോടുള്ള സന്ദേശമല്ല, നിന്നോട് വ്യക്തിപരമായി യേശു നേരിട്ട് പറയുന്ന സന്ദേശം. Hallelujah. ഹല്ലേലൂയ. The word means he standing and talking to you. വചനം എന്ന് പറഞ്ഞാൽ അവൻ നിന്നുകൊണ്ട് നിന്നോട് സംസാരിക്കുന്നു. The whole Bible is talking about two groups of people, one who are ignorant, one who have the knowledge. വിശുദ്ധ വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്ന രണ്ട് കൂട്ടം ആൾക്കാരോടാ. ഒന്ന് അറിവില്ലാത്തവരോടും മറ്റൊന്ന് നന്നായി അറിയുന്നവരോടും. Hallelujah. ഹല്ലേലൂയ. The people who understand what has happened, they have a victorious life in any situation. സംഭവിച്ചത് മനസ്സിലാക്കുന്ന വ്യക്തികൾ അവർക്ക് ഏത് സാഹചര്യത്തിലും ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ കഴിയും. Three things that the world cannot give you, but only Jesus can give you. The truth can give you. ലോകത്തിന് നിങ്ങൾക്ക് തരുവാൻ കഴിയാത്ത എന്നാൽ യേശുവിനും സത്യത്തിനും നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. Jesus is the truth. യേശുവാകുന്നു സത്യം. When you know the truth, നിങ്ങൾ ആ സത്യം അറിയുമ്പോൾ number one, ഒന്ന് peace guards your heart. സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ കാക്കും. Joy in your heart. ആഹ്ലാദം സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. And true rest in the within. വാസ്തവമായ സ്വസ്ഥത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. Hallelujah. ഹല്ലേലൂയ. When I understand this, joy, peace and rest, all these things cannot be seen. It is an influence in the mind. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുമ്പോൾ സമാധാനം സന്തോഷം സ്വസ്ഥത അത് ഞാൻ തിരിച്ചറിയുമ്പോൾ വാസ്തവത്തിൽ അത് കാണാവുന്ന ഒന്നല്ല, അത് അനുഭവിക്കാവുന്ന ഒന്നത്രേ. That is why I said the battle is within us. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോരാട്ടം അത് നമ്മുടെ ഉള്ളിൽ തന്നെ. The moment you understand the truth, your battle you have already won. ആ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ പോരാട്ടത്തിൽ നിങ്ങൾ ജയം നേടിക്കഴിയും. Hallelujah. ഹല്ലേലൂയ. That is why the Bible says അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു in 2 Corinthians 2 കൊരിന്ത്യർ and chapter 10, അതിന്റെ 10ാമത്തെ അധ്യായം. hallelujah, ഹല്ലേലൂയ. in verse 2, അതിന്റെ 2ാമത്തെ വാക്യം. but I beg you that when I am present I may not hold you, might not be bold in that confidence, but with intent to bold against some who think us that we walk according to the flesh. Verse 3 onwards. 3 മുതലുള്ള വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ, though we walk in the flesh, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ വായിച്ചു, കോട്ടകളെ ഇടിപ്പാൻ, but it can bring down strongholds. കോട്ടകളെ ബലിഷ്ഠമായ കോട്ടകളെ ഇടിച്ചു തകർക്കുവാൻ അതിന് കഴിയും. Strongholds. കോട്ടകൾ. Strongholds means something which is holding on to you strongly. കോട്ട അല്ലെങ്കിൽ കോട്ട ഇംഗ്ലീഷിൽ പറയണേ ഫോർട്ട് എന്ന് പറയണേ. അതെ, ഫോർട്ട് അല്ല, സ്ട്രോങ് ഹോൾഡ്. ബലമായി പിടിച്ചു വച്ചിരിക്കുന്നു. Meaning something that has influenced your mind and is holding you down. അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് മനസ്സിനെ അതിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഒതുക്കി നിർത്തിയിരിക്കുന്നു. അതിന് ഇഷ്ടത്തിന് അല്ല, ആ ചിന്ത സ്വാധീനിച്ച് നമ്മുടെ പേരിൽ നിൽക്കുക. Now this might be because of your experience. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും ഈ ചിന്ത വന്നത്. This might be because of an experience your neighbor had or your loved one had. നിങ്ങളുടെ അയൽവാസിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചിന്തയാകാം. And because of this you are reasoning things according to your thought. അതിനനുസരിച്ച് നിങ്ങളുടെ ചിന്താശക്തിക്ക് അനുസൃതമായി നിങ്ങൾ ഇതിനെ യുക്തിപരമായി ചിന്തിച്ചു കൂട്ടും. You are making your reasoning and experience a reality. അങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ന്യായീകരണങ്ങളും അതെല്ലാം ഒരു വാസ്തവമാണെന്ന് ചിന്തിക്കും. But that slowly becomes a stronghold. അങ്ങനെ
ആ ചിന്ത അത് വളരെ രൂഢമൂലമായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഒതുക്കി നിർത്തും. I have seen children who grow up with a mentality that I am good for nothing. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന് വിചാരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. Because they are no longer small, they are big. അവരിപ്പോൾ കുഞ്ഞുങ്ങളല്ല, അവർ വലുതായി. But because childhood onwards, someone might be the school teacher or the parent might have said you are good for nothing. കാരണം കുഞ്ഞുനാളില് അവരുടെ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും നിന്നെ കൊണ്ട് ഒന്നിനും ഗുണമില്ല. There are children who still think that they were bought from the supermarket. ഇപ്പോഴും എന്നെ മാർക്കറ്റിൽ നിന്ന് ചന്തയിൽ നിന്ന് വാങ്ങിച്ച വില കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് വിശ്വസിക്കുന്ന Because കുഞ്ഞുങ്ങൾ. children from childhood they were saying, oh, I bought you from the market. കാരണം കുഞ്ഞുനാളിലെ ചിലപ്പോൾ ചിലര് കുസൃതിയായിട്ട് പറയും നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. Now something is happening in your inner man അവരുടെ അകത്തെ മനുഷ്യനിൽ ചിലതൊക്കെ സംഭവിക്കുന്നു, which is blocking something. അത് മറ്റ് കാര്യങ്ങളെ അത് തടസ്സപ്പെടുത്തുന്നു. Now no one else can break it, only the truth can break it. ഇതിന് ഈ ചിന്താഗതിയെ മാറ്റുവാൻ മറ്റാർക്കും കഴിയുകയില്ല, സത്യത്തിന് മാത്രമേ കഴിയൂ. Because the experience and our mental reasoning is not the truth. കാരണം അനുഭവ പരിചയവും നമ്മുടെ യുക്തിചിന്തയും അല്ല സത്യം. That man is going through that. I don't know why, what landed him there. ആ മനുഷ്യന് ആ വിഷയത്തിൽ കൂടെ കടന്നു പോവുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് പെട്ടു. My standard should not because of reasoning or experience. My standard is the word of God. That is the truth that will make me into an experience of a higher plane. എന്റെ അളവുകോൽ എന്റെ അനുഭവ പരിജ്ഞാനമോ എന്റെ യുക്തിചിന്തയോ ആകരുത്. എന്റെ അളവുകോല് യേശുവും യേശുവിന്റെ വചനവുമാകട്ടെ. You can compromise with your present experience and say, this is it, this is what I will become. ഇപ്പോഴത്തെ സാഹചര്യത്തോട് ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ഞാൻ ഇതുമായിട്ട് യോജിച്ചു പോകാം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. Just like the disciples of Jesus. യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ തന്നെ their mindset was the kingdom of David. അവരുടെ ചിന്താഗതിയിൽ മുഴുവൻ ദാവീദ് രാജാവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയാണ്. When they followed Jesus, they were not following him for eternal life, they were following him to become ministers in the kingdom which Jesus was going to come. അവർ യേശുവിന്റെ പിന്നാലെ പോയപ്പോൾ നിത്യജീവന്റെ പിന്നാലെ അല്ല അവർ പോയത്, വരുവാനിരിക്കുന്ന ദാവീദ് സ്ഥാപിച്ച ആ രാജ്യത്തിലെ മന്ത്രിമാരാകുവാനുള്ള ആഗ്രഹത്തിൽ അവർ പോയത്. Jesus will overthrow the Roman empire, become king. അവർ വിചാരിച്ചു റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ചിട്ട് യേശു അവിടെ രാജാവായി മാറുമെന്ന്. Their mindset is all fully tuned for that. അവരുടെ ചിന്താഗതി അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. Sign, wonder, miracle, they think it is God, Jesus is doing this magic or miracle to attract the crowd. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇത് കാണുമ്പോൾ അവർ വിചാരിച്ചു യേശു ഈ അത്ഭുതങ്ങൾ ചെയ്തത് ഈ രാജ്യം സ്ഥാപിക്കേണ്ടതിനെന്ന്. They are thinking it is to attract the people, but reality is Jesus is healing the sick because he loves humanity. അവർ വിചാരിച്ചത് ഇങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട യേശു അത്ഭുതം ചെയ്തത്, എന്നാൽ വാസ്തവത്തിൽ യേശു രോഗിയെ സൗഖ്യമാക്കിയതോ ആ രോഗികളോടുള്ള സ്നേഹം കൊണ്ടത്രേ അവൻ അത് ചെയ്തത്. They were blinded with their own reasoning. അവരുടെ യുക്തിചിന്തകൾ മൂലം അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു. Jesus said he will be taken to Jerusalem, he will die, he will raise up the third day. യേശു പറഞ്ഞു, ഞാൻ എന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോകും, എന്നെ അവിടെ ക്രൂശിച്ച് കൊല്ലും, ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. That did not reason them at all. അവർക്ക് അത് മനസ്സിലായതേ ഇല്ല. They could not understand this. അവർക്ക് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. Because something had become a stronghold in their life. കാരണം അവരുടെ മനസ്സിൽ എന്തോ ഒന്ന് അവരെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. They wanted Jesus to king and I will become a fisheries minister or finance minister. അവരുടെ ആഗ്രഹം യേശു രാജാവാകണം, എനിക്ക് മത്സ്യബന്ധനത്തിന്റെ അല്ലെങ്കിൽ മന്ത്രിയായി മാറണം. When Jesus died, യേശു മരിച്ചു, all those dreams were shattered. ഈ സ്വപ്നങ്ങള്, ശിഷ്യന്മാരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. Even at that time they don't remember what Jesus said. ആ സമയത്തും യേശു എന്താ പറഞ്ഞത് അവരത് ഓർത്തില്ല. Because they are now in a stronghold. കാരണം ഇപ്പോഴും അവർ ഒരു കോട്ടയ്ക്കകത്ത്, ഒരു ബന്ധനത്തിനകത്ത് കിടക്കുകയാണ്. They cannot look beyond. അവർക്ക് അതിനപ്പുറത്തേക്ക് നോക്കുവാൻ പ്രാപ്തിയില്ല. They cannot believe Jesus will be alive again. യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുമെന്ന് വിശ്വസിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. And even when they see Jesus
Jesus back again, യേശുവിനെ വീണ്ടും മടങ്ങി കണ്ടിട്ടും they never were happy about, or they were yet surprised about it. അവർ യേശുവിനെ കുറിച്ച് യേശു ഉയർത്തെഴുന്നതിനെ ഓർത്ത് അവർക്ക് വലിയ സന്തോഷമോ അത്ഭുതമോ തോന്നിയില്ല. Because if you will see the Bible, even when Mary comes and says, they are not ready to accept it. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാം, മറിയെ ഓടിച്ചവരോട് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ഉൾക്കൊള്ളുവാൻ അവർക്ക് തയ്യാറല്ലായിരുന്നു. And when they meet Jesus, എന്നാൽ അവർ യേശുവിനെ നേരിൽ കണ്ടപ്പോൾ their question again is, when is this kingdom going to be അവർ established? വീണ്ടും യേശുവിനോട് ചോദിച്ചു, എന്നാണ് കർത്താവേ നീ രാജ്യം യഥാസ്ഥാനത്താക്കുന്നത്? That you will become king and we will become minister. നീ രാജാവും ഞങ്ങൾ മന്ത്രിമാരുമാകുന്നത് എന്ന്. Hallelujah. Hallelujah. And the reply of Jesus was, യേശുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, when the Holy Spirit will come, പരിശുദ്ധാത്മാവ് വരും. when the Holy Spirit will come, പരിശുദ്ധാത്മാവ് വരുമ്പോൾ you will receive power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Jesus did not say, യേശു ഇങ്ങനെ പറഞ്ഞില്ല, Jesus, the Holy Spirit will come പരിശുദ്ധാത്മാവ് വരും and break that stronghold. ആ കോട്ടയെ പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ല. No, he did not say like that. യേശു അങ്ങനെ പറഞ്ഞില്ല. He said, you will receive the power. യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി You ലഭിക്കും. will receive the power. നിങ്ങൾ ശക്തിയെ പ്രാപിക്കും. You will receive the nature of God. നിങ്ങൾക്ക് യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് ലഭിക്കും. And your limited mindset will be broken. നിങ്ങളുടെ പരിമിതമായ ചിന്താഗതി അത് തകർന്നു മാറും. You want Jerusalem. നിങ്ങൾക്ക് യെരുശലേമാണോ വേണ്ടത്? നിങ്ങൾക്ക് ജെറൂസലേമിന്റെ രാജാവാകാനല്ല നോക്കുന്നത്. നിങ്ങളിൽ തരാൻ പോകുന്ന ശക്തി ജെറൂസലേം മാത്രമല്ല കീഴടക്കാൻ പോകുന്നത്, ലോകം മുഴുവൻ കീഴടക്കുന്നതായിരിക്കും. ആമേൻ. Hallelujah. Hallelujah. The power, the ability that is going to come inside of you, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ശക്തിയും ആ കഴിവും that is not only going to subdue Jerusalem, നിങ്ങൾക്ക് അത് യെരുശലേമിനെ കീഴടക്കുവാൻ മാത്രമല്ല, but in my name എന്റെ നാമത്തിൽ you will take over the whole world. നിങ്ങൾ മുഴുവൻ ലോകത്തെ You കീഴടക്കും. will take over the whole world. നിങ്ങൾ മുഴുവൻ ലോകത്തെ കൈവശമാക്കും. Jesus did not say, യേശു ഇങ്ങനെ പറഞ്ഞില്ല, Holy Spirit will come, പരിശുദ്ധാത്മാവ് വരും, you will have to witness, then it will happen. നിങ്ങൾ അതിന് സാക്ഷ്യം പറയും, നിങ്ങൾ അപ്പോൾ അത് സംഭവിക്കും. No, Jesus said, അങ്ങനെയല്ല, യേശു you പറഞ്ഞു, will receive the power. നിങ്ങൾക്ക് ശക്തി You ലഭിക്കും. will receive the power. നിങ്ങൾക്ക് ശക്തി You ലഭിക്കും. will receive the power. നിങ്ങൾക്ക് ശക്തി The ലഭിക്കും. ability. ആ കഴിവ് The ലഭിക്കും. ability. കഴിവ്, Nature. ആ സ്വഭാവം, And that will make you. അത് നിങ്ങളെ അങ്ങനെയാക്കും. That you will make you. അത് നിങ്ങളെ അങ്ങനെയാക്കും. Hallelujah. ഹല്ലേലൂയ. Now, their limitation is broken. ആ പരിമിതി അവിടെ തകർന്നു. When was the limitation broken? എപ്പോഴാണ് ആ പരിമിതി തകർന്നത്? When they started using the ability. ആ കഴിവിനെ ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ They were amazed what was happening. എന്താ സംഭവിക്കുന്നത്? അവർ അത്ഭുതപ്പെട്ടു പോയി. Hallelujah. ഹല്ലേലൂയ. Now, that same ability അതേ കഴിവ് is now inside of you and me. ഇപ്പോൾ നിങ്ങളുടെയും എന്റെയും ഉള്ളിലുണ്ട്. Now, to break that mentality, God has done everything into it. ആ വേണ്ടാത്ത മനോഭാവത്തെ തകർക്കുവാൻ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. That is why the Bible says, അതുകൊണ്ട് അത്ര വേദപുസ്തകം പറയുന്നു, don't build that stronghold, or that stronghold which is surrounding you or encapturing you inside can be broken only by one thing. നിങ്ങളെ ചുറ്റി വളയുന്ന, നിങ്ങളെ കീഴടക്കുന്ന ആ ബന്ധനം, അതിനെ തകർക്കുവാൻ ഒരു കാര്യം മാത്രമേ കഴിയൂ. The weapon of our warfare is not carnal, by mighty in God to pull down that stronghold. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. And then it says, what is that stronghold? തുടർന്ന് ഇത് ആ ബന്ധനം അല്ലെങ്കിൽ ആ കോട്ട എന്താണെന്ന് പറയുക. Casting down arguments. അവയെ നിങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് arguments and every high thing that exalts itself against the knowledge of God. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും എന്ന് പറഞ്ഞാൽ എന്റെ ചിന്താഗതിയല്ല, എന്റെ അഭിപ്രായമല്ല, ദൈവത്തിന് എന്താണ് ആ വിഷയത്തെ കുറിച്ചുള്ള അഭിപ്രായം. Hallelujah.
ആ അഭിപ്രായം ഞാൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ആ കോട്ട ഇടിഞ്ഞ് വീഴത്തുള്ളൂ. സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടാണ്, സാമ്പത്തികം എനിക്കൊരു വീടില്ല, എനിക്ക് സാമ്പത്തികമായി കുഞ്ഞുങ്ങളെ വിടാൻ വിദ്യാഭ്യാസത്തിന് ഒന്നും വകയില്ല. ഇത് നോക്കി എന്നെ തന്നെ പരിമിതിപ്പെടുത്തി അവിടെ കൊണ്ട് എൻ്റെ അവസാനിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ അവിടെ തന്നെ ഞാൻ കിടക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ മഹത്വത്തിന് തക്കവണ്ണം ആ പരിപൂർണമായി തീർക്കുമെന്ന് എൻ്റെ ഉള്ളിൽ ആ വചനപ്രകാരം ഞാൻ പോരാടാൻ തുടങ്ങുമ്പോൾ ആ കോട്ടകളെ ഇടിച്ച് ചിന്താഗതികളെ മാറ്റി മറിക്കാൻ തുടങ്ങും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ എത്ര ശക്തരാണാക്കിയിരിക്കുന്നത്. ഭാരപ്പെട്ടും തളർന്നും വിഷയങ്ങളുടെ മുമ്പിൽ പതറിയും നിൽക്കാനല്ല. ഇപ്പോൾ രോഗമാണോ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സംഭവിക്കും. എത്ര പ്രതിസന്ധിയുള്ള കാര്യമാണോ, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധി മാറിയിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത വചനങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ അത് മുഴങ്കാൽ മടക്കുമല്ലോ. ഏത് പ്രതിസന്ധി ആയാലും എല്ലാ പൈശാചിക ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, കേൾക്കുന്ന പലരും രോഗവിടുതലിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ അത്ഭുതകരം അവരെ മേൽ വന്നതിനായി സ്തോത്രം. കർത്താവായ യേശു അങ്ങ് കാൽവറിയിൽ മരിച്ചപ്പോൾ ഞങ്ങളുടെ പാപമോചനത്തിനും ഞങ്ങളുടെ രോഗസൗഖ്യത്തിനും വേണ്ട മുഴുവൻ പ്രൊവിഷനും സാധ്യതയും തന്നിരിക്കുകയാണല്ലോ. ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. അത്ഭുത സൗഖ്യമാകട്ടെ, ആ ഭാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ അത്ഭുത വിടുതൽ നമ്മളിൽ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണം. ആ ശരീരങ്ങളിൽ നടന്ന സൗഖ്യങ്ങൾ, ജീവിതത്തിൽ വന്ന വിടുതലുകൾ ഞങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. ഏത് സമയത്തും ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങിനും വിളിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേട്ട സന്ദേശം തുടരുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന് ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാ. യേശുവേ